ശബരിയാശ്രമപ്രവേശം. ഗന്ധർവനൈവം ചൊല്ലിമറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാമനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകം പുക്കാർ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്ത്യാ സംവദിച്ചിത് പാദാംബോരുകയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ട് പാദ്യാഖ്യാസനാദികളാലെ പൂജിച്ചുതൽ പാദതീർത്ഥാഭിഷേകം ചെയ്തു ഭോജനത്തിന് പല മൂലങ്ങൾ നൽകിയിടിനാൽ പൂജയും പരിഗ്രഹിച്ച ആനന്ദിച്ചിരുന്നത് രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ തന്നെയായി വന്നേനകം ചെന്ന് പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്തുണ്ടുവാണാർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നത് പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോട് ചൊന്നാരവരേതുമേ ഖേദിയാതെ തന്നെ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകസായി വരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതുരക്രസപദാർത്ഥമായി നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നീടും ഇവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നീടുമെന്നാൽ മോക്ഷം നിനക്കുമെന്ന് നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്ത് നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലേയല്ലോ. വാഗ്മനോവിഷയമല്ലാതൊരു ഭവദ്രൂപം കാണാനും അവകാശം വന്നത് മഹാഭാഗ്യം. തൃക്കടലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിൽ അറിയപ്പോകാതെയാതിരെ രാഘവനതു കേട്ട് ശബരിയോട് ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ. പുരുഷ സ്ത്രീ ജാതി നാമാസമാദികളല്ല കാരണം അവ വചനത്തിനു ജഗത്രേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസ യാഗാദ്യകില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ മൽ ഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മൽകഥാലാഭം രണ്ടാം സാധനം, മൂന്നാമതും മൽഗുണേരണം, പിന്നെ മധ്വജോ വ്യാഖ്യാതത്വം, മൽക്കലാജാതാചാര്യോപാസനം അഞ്ചാമതും, പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും, മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും, മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകുകയും സർവതാമൽ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറക്കുകയും മത്തത്വവിചാരം കേളൊമ്പതാമതും ഭദ്രേ. ചിത്തശുദ്ധിക്ക് മൂലമാതി സാധനം നൂനം, ഉക്തമായിതു ഭക്തി സാധനം നവവിധം. ഉത്തമേ ഭക്തി നിത്യമർക്കുള്ളൂ വിചാരിച്ചാൽ ജനങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമരക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ട. തത്വാനുഭവ സിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനിമത്തൻ ഉത്തമ തപോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയും അടുത്തിത് നിനക്കു തപോധനെ. ജാനകീ മാർഗമറിഞ്ഞിടിൽ നീ പറയണം കേനവാനീതാ സീതാ മൽപ്രിയ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുവാനാദരാലുര ചെയ്ത സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവഴി. സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി. ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയത് ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടത് ദിവ്യദൃശാ തണ്ടലർമ്മകളെ ഞാൻ.
മുന്നിലമ്മാർ കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ പശ്ചപർവതവരം ദൃശ്യമൂഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ച് സങ്കേതമായി അനുദിനം. ബാലിക്ക് മുനിശാപം പേടിച്ചു ചെന്നുകൂടാം, പാലനം ചെയ്യ പവാനവന വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് പവൽപാദ പങ്കജത്തോട് ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ തീർക്കേണം മായാകൃത ബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്ത മുക്താദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചത് സമരിക്കറുകാലം. ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്നിൽ എത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കേണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചുകൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരെ സഞ്ചരിച്ചുതൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പൽപേക്ഷണേ. യുദ്ധമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തം അരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചുലയിച്ചു രുദ്രാണിയും. പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം ഉണ്ട്. ശങ്കരാജയിച്ചരുളന്നിരുന്നരുളിനാൾ ഇത്യത്യാൽപരമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകണ്ഠം സമാപ്തം.